നിങ്ങളെ എന്നും ഓർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വീട് മാറുമായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ വീടൊക്കെ മാറി, പക്ഷെ ഒന്നും സെറ്റിലായിട്ടില്ല. 8 വർഷമായിട്ട് ആ വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആ വീട്ടിലെ അല്ല, ഞങ്ങളുടെ സാധനങ്ങൾ. അപ്പോൾ അതെല്ലാം ഒത്തിരി സാധനങ്ങൾ ഡംപ് ചെയ്യേണ്ട വന്നു. പിന്നെ കുറേ സാധനങ്ങളൊന്നും തരംതിരിക്കാനൊന്നും ഇങ്ങനെ ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്നൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതെല്ലാം വാരിക്കൊണ്ട് ഇവിടുത്തെ ഗരാജിൽ ഇട്ടേക്കുക. അപ്പോൾ ഗരാജ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഇനി അതിൽ നിന്ന് വേണം ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ. അതിനകത്ത് ഇപ്പോൾ ആദ്യം കുക്കറിൽ ഇവിടെ അടുക്കളയിൽ നോക്കിയപ്പോൾ കുക്കർ, ഒരു കഞ്ഞി വയ്ക്കാനുള്ള ഒരു കുക്കർ പോലും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുക. ചട്ടി, കലം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഇപ്പം സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒരു കഞ്ഞിയും കറിയും വെക്കാനുള്ള സാധനമൊക്കെ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉപ്പ്, മുളക്, തേയില ഒക്കെ അത്യാവശ്യം അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ സാധനമുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു കറിയൊക്കെ വയ്ക്കാം. പക്ഷേ അതിനുള്ള എല്ലാ പാത്രങ്ങളും ഇല്ല. നേരത്തെ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പാത്രമുണ്ട്, അതൊന്നും ആയിട്ടില്ല. പിന്നെ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വരാം. പിന്നെ കുറേയൊക്കെ കളയാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റിൽ ഇനിയും കളയാൻ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ വീടിനകത്തൊന്നും കയറിയില്ല. മറ്റേതൊരു വലിയ വീടായിരുന്നു, ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അവിടെ കയറുമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല. അപ്പോൾ ഇനിയുള്ളതിൽ നിന്നും കുറേ കളയാനുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മച്ചി, വീഡിയോയിലുണ്ടായിരുന്ന അമ്മച്ചി നാട്ടിൽ പോയി തിരിച്ച്. അമ്മച്ചി 5 മാസം അങ്ങോട്ട് ഉണ്ടായിരുന്നു ഇവിടെ. ജനുവരി അവസാനം അങ്ങോട്ട് വന്ന. അപ്പോൾ അതൊരു സങ്കടമായിപ്പോയി. എപ്പോഴാണെങ്കിലും നമുക്ക് അമ്മച്ചി ഉള്ള കാരണം നമുക്ക് ആ വീട്ടിലോട്ട് ചെല്ലാനും ഒക്കെ. ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ചുമ്മാ ഒന്ന് അമ്മച്ചിനെ വിളിച്ചിട്ട് അമ്മച്ചി വരുമോ ഒരു ചായ ഇട്ടേക്കാവെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മച്ചി ഒരു ചായ ഇട്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ സന്തോഷമായിരുന്നു. പിന്നെ നമുക്ക് എന്നാ പറയണേ, ആരെങ്കിലും ഒരാളും കൂടെ വർത്താനം പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ അങ്ങനെ. അപ്പോൾ അമ്മച്ചി പോയി. പക്ഷെ അമ്മച്ചി ഇനി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മച്ചിനെ ആക്കാനായിട്ട്. അമ്മച്ചി പോവാണ്. അമ്മച്ചി ബൈ പറഞ്ഞു. ഹായ് മഞ്ജു, പോവുകയാണേ. നിങ്ങളെ എന്നും ഓർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, ഫ്രണ്ട്സിനോട് ബൈ പറ. ഹായ് ഫ്രണ്ട്സ്, ബൈ. അമ്മച്ചി ന്യൂസിലാൻഡിൽ നിന്ന് പോവാ കേട്ടോ. 6 മാസം കഴിഞ്ഞ് ഇനിയും തിരിച്ചു വരും കേട്ടോ. പൂർവാധികം ശക്തിയോടെ തിരിച്ചു. ഓക്കെ, ബൈ ബൈ. പിന്നെ ഞാൻ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ അമ്മച്ചി എനിക്ക് തന്ന ഗിഫ്റ്റ് കേട്ടോ ഇത്. വേറെ എന്നാ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് ചെടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകാനെന്ന് പറഞ്ഞില്ലായിരുന്നു. ചെടികളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒന്നും നടാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എല്ലാം അങ്ങനെ ചട്ടികളിൽ തന്നെ ഇരിക്കുവാണ്. എവിടെയാണ് അതൊക്കെ വെക്കേണ്ടതെന്നൊന്നും ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ ഇവിടെ ഭയങ്കര മഞ്ഞ് വീണു. അപ്പോൾ കുറേ ചെടികളൊക്കെ പുറത്തിരുന്നിട്ട് ഒട്ടും ഷെയ്ഡില്ലാണ്ട്, നേരത്തെ എന്ന് പറയുമ്പോൾ അവിടെ ഇച്ചിരി ഷെയ്ഡുള്ള സ്ഥലത്തായിരുന്നു ഇരുന്നത് പഴയ വീട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ ഷെയ്ഡില്ലാണ്ട് അവിടെ എവിടെയോ കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്ക് രാത്രി മഞ്ഞൊക്കെ വീണ് കുറേയൊക്കെ പോയി. ആ അവക്കാടോടെ ഒരു തൈ ഉണ്ടായിരുന്നു, ഒക്കെ നശിച്ചു പോയി. ഞാൻ കാണിക്കാതൊക്കെ. ഇതൊക്കെ ഞാൻ കുറച്ച് വെയിൽ കിട്ടണോടത്തേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കും കേട്ടോ. ഇതാണ് അവക്കാടോ ചെടി. അത് എൻ്റെ അവസ്ഥ കണ്ടോ, മഞ്ഞ് വീണിട്ട് അതെന്നാ പറയണേ, ഇങ്ങനെ കരിഞ്ഞല്ല, മഞ്ഞ് വീണ് കരിഞ്ഞു പോയ. അതിന് ശരിയായി വരുമെന്ന് എനിക്കൊരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നെ ഈ ചെടി ഓർമ്മയില്ല, ഇത് മുന്നിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം വലിയ കുഴപ്പമില്ല. ഹലോ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇതിനു മുന്നേ ഞാൻ ഇത് വീണ്ടും ഇങ്ങനെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഓൺ ചെയ്യാതെ കുറേ നേരം ഇരുന്ന് പറഞ്ഞു, വെറുതെ വീഡിയോ ഓൺ ചെയ്യാതെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ തന്നെ ചെയ്യുമ്പോഴൊക്കെ. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചേക്കണു. ഇനിയിപ്പം കുറേ നാളത്തേക്ക് ഇങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ വിൻ്റർ, ഇവിടെ കട്ട വിൻ്റർ, 1 മാസം കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയം വരെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തായാലും കുറേയൊക്കെ നശിച്ചും പറക്കിയൊക്കെ പോകും. അത് കഴിഞ്ഞെല്ലാം ഒന്ന് പൊസിഷൻ ചെയ്യണം, എവിടെ എന്നാക്കി വെക്കേണ്ടതെന്ന്. പിന്നെ എന്നാ പറയുക, അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന മുന്തിരി സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി വിൻ്ററൊക്കെ കഴിഞ്ഞാലേ അതൊക്കെ ഒന്ന് ശരിക്കും ആയി വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. ഇനിയിപ്പം ഇടയ്ക്കൊക്കെ ചെയ്യാം എന്നാണ് ഒരു പ്രതീക്ഷിക്കണേ. അപ്പോൾ ശരി. പിന്നെ എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവൾ എന്തോ എന്നോട് ഇതുപോലെ തന്നെ, അന്ന് മറ്റേ ഫ്രണ്ട് ചോദിച്ച പോലെ തന്നെ അവക്കാടോ ചെടിയുടെ കാര്യം ചോദിച്ചു.
അപ്പം ഞാൻ ഓർത്തു അപ്പം നീയും കാണുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആരൊക്കെ കുറച്ച് പേരെ കാണുന്നുണ്ട്. അപ്പോൾ താങ്ക് യു കേട്ടോ കാണുന്നവർക്ക്. എൻ്റെ ഈ ചെറിയ ഒരു സംരംഭത്തെ വിജയിപ്പിക്കാൻ പങ്കാളികളാവുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.